പെനിൻസുല റിവേഴ്സിനെ കുറിച്ചാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ രണ്ട് തരത്തിലുള്ള റിവേഴ്സ് ഉണ്ട്. ഒന്ന് ഹിമാലയൻ റിവേഴ്സും പെനിൻസുല റിവേഴ്സും. ഹിമാലയൻ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന റിവേഴ്സ്. പെനിൻസുല റിവേഴ്സ് എന്ന് പറഞ്ഞാൽ പെനിൻസുല റീജിയനിൽ നിന്ന് ഉത്ഭവിക്കുന്ന റിവേഴ്സാണ്. ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റത്തിനേക്കാളും വളരെ പഴയ ഒരു ഡ്രെയിനേജ് സിസ്റ്റമാണ് പെനിൻസുല ഡ്രെയിനേജ് സിസ്റ്റം. ആദ്യമായിട്ടുണ്ടാകുന്നത് പെനിൻസുല റിവേഴ്സാണ്. അപ്പോൾ അതിൽ വെസ്റ്റേൺ ഗട്ട്സ് നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റിന് വളരെ അടുത്തുകൂടി വരുന്നത് കൊണ്ട് തന്നെ പെനിൻസുലാർ റിവേഴ്സിനെ ഒന്ന് ഡിവൈഡ് ചെയ്യാനായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതൽ പെനിൻസുലാർ റിവേഴ്സും വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത്, എക്സെപ്റ്റ് നർമ്മദ, താപ്തി. അതൊക്കെ നർമ്മദയും താപ്തിയും ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണ് ഫ്ലോ ചെയ്തിട്ട് അത് അറേബ്യൻ സീയിലേക്കാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സായിട്ടുള്ള മഹാനദി, ഗോദാവരി, കൃഷ്ണ ഇതൊക്കെ ബേ ഓഫ് ബംഗാളിലേക്കാണ് ചെന്നെത്തുന്നത്. ബാക്കിയുള്ള കുറച്ച് പെനിൻസുലർ റിവേഴ്സ്, അതായത് ചമ്പൽ, സിന്ധ്, ബെത്വ, കെൻ, സൺ അങ്ങനെയൊക്കെയുള്ള നോർത്തേൺ പാർട്സിലുള്ള പെനിൻസുലർ റിവേഴ്സ് നോർത്ത് ഈസ്റ്റിലേക്ക് ഫ്ലോ ചെയ്ത് ഗംഗാ റിവർ സിസ്റ്റത്തിലേക്ക് ചെന്നെത്തുകയാണ് ചെയ്യുന്നത്. പെനിൻസുലർ റിവേഴ്സിന് ചെറിയ കാച്ച്മെൻറ്റ് ഏരിയയും ഡ്രെയിനേജ് ബേസിനും ആയിരിക്കും ഉണ്ടാകുന്നത് ഹിമാലയൻ റിവേഴ്സിനേക്കാളും. പെനിൻസുല റിവേഴ്സിന് ഒരു ഫിക്സഡ് കോഴ്സായിരിക്കും. അതുപോലെ തന്നെ വെള്ളം നോൺ പെർണിയൽ ഫ്ലോ ഓഫ് വാട്ടർ ആയിരിക്കും. മേജർ വെസ്റ്റ് ഫ്ലോയിങ് പെനിൻസുല റിവേഴ്സ് നർമ്മദ, താപ്തി, ലൂണി, മഹി, സബർമതി ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നർമ്മദ നദിയെക്കുറിച്ചാണ്. നർമ്മദ നദിയുടെ ഒറിജിൻ വരുന്നത് വെസ്റ്റേൺ പടിഞ്ഞാറേ അറ്റത്തായിട്ട്, അമരാകാന്ത് പ്ലാറ്റ്യൂവിൻ്റെ പടിഞ്ഞാറേ അറ്റത്തായിട്ടാണ് നർമ്മദയുടെ ഒറിജിൻ വരുന്നത്. ഇത് സൗത്ത് ഭാഗത്ത് സത്പുര റേഞ്ചിൽ കൂടിയും നോർത്തിൽ വിന്ധ്യ റേഞ്ചിൽ കൂടിയും ഒഴുകി ആണ് പോകുന്നത്. അത് മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലൂടെയും നർമ്മദ നദി ഒഴുകുന്നുണ്ട്. നർമ്മദ നദിയുടെ പഴയ പേരാണ് രേവ. നർമ്മദ നദിയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാട്ടർഫോളാണ് ദൗന്ദർ വാട്ടർഫോൾ, പിന്നെ മാർബിൾ വാട്ടർഫോൾ നിയർ ജബൽപൂർ. ദൗന്ദർ വാട്ടർഫോൾ ഓർ മാർബിൾ വാട്ടർഫോൾ നിയർ ജബൽപൂർ. നർമ്മദ നദിയുടെ നീളം 1312 കിലോമീറ്ററാണ്. സർദാർ സരോവർ പ്രൊജക്റ്റ് ഈ നദിക്ക് കുറുകെ നടത്തിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. നർമ്മദ നദി അറേബ്യൻ സീയിലേക്ക് എത്തുന്നത് സൗത്ത് ഓഫ് ബറൂച്ച് എന്ന പ്രദേശത്ത് വെച്ചിട്ടാണ്. ഹിരൺ, ഷേർ, തവ, ഭഞ്ചൻ, ഭർണ എന്നീ നദികളും നർമ്മദ നദിയുടെ ട്രിബ്യൂട്ടറീസ് ആയിട്ട് വരുന്നതാണ്. ഇന്ദിരാ സാഗർ ഡാം, ഓംകാരേശ്വർ ഡാം എന്നീ ഡാമുകൾ നർമ്മദ നദിയുടെ കുറുകെയുള്ള ഡാമുകളാണ്. കൻഹ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദിയുടെ തീരത്താണ്. ഇതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും കുറേ നദികളും, അതായത് ഗംഗയുടെ കുറച്ച് ട്രിബ്യൂട്ടറീസും അതിൻ്റെ തീരത്തുള്ള കുറച്ച് നാഷണൽ പാർക്കുകളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നർമ്മദ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നാഷണൽ പാർക്കാണ് കൻഹ നാഷണൽ പാർക്ക്. അപ്പോൾ രണ്ട് തരത്തിലും ചോദിക്കാം. ഒന്ന്, കൻഹ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണെന്ന് ചോദിക്കാം. അപ്പോൾ നർമ്മദ നദിയാണ്. ഇനി അതല്ല, നർമ്മദ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ കൻഹ നാഷണൽ പാർക്ക്. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ്, നർമ്മദ നദിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നർമ്മദ സേവാ മിഷൻ 2017. നർമ്മദ നദിയെ മലിനീകരണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും നദി പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും മധ്യപ്രദേശിലെ ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു കാര്യമാണ് നർമ്മദ സേവാ മിഷൻ 2017. ഡിസംബർ 2016 മുതൽ മെയ് 2017 വരെ ഉള്ള സമയത്ത് ഒരു യാത്രയായിട്ട് 5 മാസം നീണ്ടു നിൽക്കുന്ന യാത്ര നടത്തി നർമ്മദ നദിയെ രക്ഷിക്കുക, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടൊരു ക്യാമ്പയിൻ നടത്തിയതായിരുന്നു ഈ നർമ്മദ സേവാ മിഷനുമായിട്ട് ഉള്ള ഇത് വേണ്ടിയിട്ട്. അതായത് നർമ്മദ നദിയെ രക്ഷിക്കുക. അത് മധ്യപ്രദേശ് ചീഫ് മിനിസ്റ്റർ ശിവരാജ് സിംഗ് ചൗഹാൻ്റെ നേതൃത്വത്തിലാണ് ഇത് നടത്തിയിരുന്നത്. നർമ്മദ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നദിയാണ് താപ്തി. താപ്തിക്ക് വേറൊരു പേര് കൊടുത്തിരിക്കുന്നത് താപി എന്നാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി താപ്തി നദി പെനിൻസുല റിവേഴ്സിൽ വെസ്റ്റ് ഫ്ലോയിങ് പെനിൻസുല റിവേഴ്സിലെ ഏറ്റവും സെക്കൻഡ് ലാർജസ്റ്റ് റിവറാണ്. ഇതിന്
ട്വിൻ ഓഫ് നർമ്മദ എന്നോ ഹാൻഡ് മെയ്ഡ് ഓഫ് നർമ്മദ എന്നും പേരുണ്ട്. ഇതിൻ്റെ ഒറിജിൻ വരുന്നത് മധ്യപ്രദേശിലുള്ള ബേട്ടൂൾ ഡിസ്ട്രിക്റ്റിലുള്ള മുൾട്ടായ് റിസർവ് ഫോറസ്റ്റ് ആണ്. ലെങ്ത്ത് 724 കിലോമീറ്റർ. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെ താപ്തി ഒഴുകുന്നുണ്ട്. അപ്പോൾ താപ്തി നദിയുടെ 2 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. ഒന്ന്, അതിൻ്റെ വേറെ 2 പേരുകളുണ്ട്. ഒന്ന് ട്വിൻ ഓഫ് നർമ്മദ, ഹാൻഡ് മെയ്ഡ് ഓഫ് നർമ്മദ എന്നും തബി എന്ന പേരുമുണ്ട്. പിന്നെ സെക്കൻഡ് ലാർജസ്റ്റ് വെസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവറാണ് താപ്തി. താപ്തി നദി അറേബ്യൻ സീയിലേക്ക് ചെന്നെത്തുന്നത് ഗൾഫ് ഓഫ് കമ്പത്ത് വഴിയാണ്. ഉക്കൈ ഡാം, കക്രാപൂർ ഡാം ഒക്കെ സ്ഥിതി ചെയ്യുന്നത് താപ്തി നദിയിലാണ്. ട്രിബ്യൂട്ടറീസ് ആയിട്ട് വരുന്നത് അരുണാവതി, ഗിർണ, പദ്കി, അനാർ എന്നീ നദികളാണ്. താപ്തി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് സൂററ്റ്, നബാനഗർ ഇതൊക്കെയാണ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ലൂണി നദിയാണ്. ലൂണി നദിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ലാർജസ്റ്റ് റിവർ സിസ്റ്റം ഓഫ് രാജസ്ഥാൻ വെസ്റ്റ് ഓഫ് ആരവല്ലി. ആരവല്ലിയുടെ വെസ്റ്റ് ഭാഗത്തുള്ള ഏറ്റവും ലാർജസ്റ്റ് റിവർ സിസ്റ്റമാണ്. ഇതിൻ്റെ ഉത്ഭവം വരുന്നത് ആരവല്ലിയിൽ പുഷ്കർ റേഞ്ചിലാണ്. ലൂണി നദി ചെന്നെത്തുന്നത് റാൻ ഓഫ് കച്ചിലാണ്. സോൾട്ട് റിവർ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത് ലൂണി നദിയാണ്. ലാർജസ്റ്റ് ലാൻഡ് ലോക്ക്ഡ് റിവേഴ്സ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നതും ലൂണിയാണ്. ലൂണിയുടെ വേറൊരു പേരാണ് ലവനാരി, അതായത് ഉപ്പ് നദി ആയതുകൊണ്ട് ഇട്ട പേരാണ്. ലവം എന്ന് പറഞ്ഞാൽ ഉപ്പ് എന്നുള്ള അർത്ഥത്തിൽ, ഉപ്പ് കൂടുതൽ, സോൾട്ട് റിവർ എന്നുള്ള അർത്ഥത്തിലാണ് ലവനാരി എന്നറിയപ്പെടുന്നത്. ലൂണി നദി താർ ഡെസേർട്ടിൽ കൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. മഹി എന്ന നദിയെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മഹി നദിയുടെ ഒറിജിൻ വരുന്നത് വിന്ധ്യ പർവ്വതനിരയാണ്. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് മഹി നദി ഒഴുകുന്നത്. ഗൾഫ് ഓഫ് കമ്പത്തിലൂടെയാണ് അത് അറേബ്യൻ സീയിലേക്ക് എത്തുന്നത്. മഹി നദി ട്രോപ്പിക് ഓഫ് ക്യാൻസറിലൂടെ 2 പ്രാവശ്യം ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലൂടെ 2 പ്രാവശ്യം ക്രോസ് ചെയ്യുന്ന ഒരു നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് മഹി നദിയാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബർമതി നദിയാണ്. ഇതിൻ്റെ ഒറിജിൻ വരുന്നതും ആരവല്ലി ഹിൽസാണ്. രാജസ്ഥാനിലൂടെയും ഗുജറാത്തിലൂടെയും ഈ നദി ഒഴുകുന്നുണ്ട്. ഗൾഫ് ഓഫ് കമ്പത്തിലൂടെയാണ് അറേബ്യൻ സീയിലേക്ക് എത്തുന്നത്. അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പ്രധാന സിറ്റികളിലൂടെയും സബർമതി നദി ഒഴുകുന്നുണ്ട്. പെനിൻസുലാർ നദിയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ, കുറച്ച് മാറ്റേഴ്സ് കൂടി അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട്. എല്ലാവരും അത് ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം.